ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നൂറുകണക്കിന് യാത്രക്കാരുമായി ആകാശത്തേക്ക് പറന്നുയർന്ന ഒരു കൂറ്റൻ വിമാനം ഒരു നിമിഷം കൊണ്ട് ഏതോ അജ്ഞാതമായ ലോകത്തേക്ക് പൊടിപടലം പോലെ മറഞ്ഞു പോയാലോ? അല്ലെങ്കിൽ ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള ഒരു ഭീമൻ കപ്പൽ സമുദ്രത്തിന്റെ ഏതോ കോണിൽ വെച്ച് സ്വിച്ച് ഇട്ടതുപോലെ അപ്രത്യക്ഷമായാലോ? എത്ര ഭീകരമായിരിക്കും! സാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും മനുഷ്യരാശിയെ നിസ്സഹായരാക്കി നിർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. കൃത്രിമോപഗ്രഹങ്ങളും അത്യാധുനിക റഡാറുകളും ഭൂമിയെ സദാസമയവും വീക്ഷിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലും ശാസ്ത്രത്തിനും നിർവചിക്കാൻ കഴിയാത്ത ചില നിഗൂഢതകൾ മറഞ്ഞിരിക്കുന്നു. നൂറുകണക്കിന് മനുഷ്യരുമായി ആകാശത്തേക്ക് ചിറകടിച്ചുയർന്ന കൂറ്റൻ വിമാനങ്ങളും ടൺ കണക്കിന് ഭാരമുള്ള മഹാകപ്പലുകളും ഒരൊറ്റ നിമിഷം കൊണ്ട് കാണാമറയത്തേക്ക് മാഞ്ഞു പോകുന്നു. അവർക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? സമുദ്രത്തിന്റെ അഗാധമായ ഇരുളിലേക്കാണോ അവർ പതിച്ചത്? അതോ നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ഏതോ അജ്ഞാത ലോകത്തിലേക്ക് അവർ വഴുതി വീണതാണോ? പൊടി പോലും ശേഷിപ്പിക്കാതെ ഭൂമുഖത്തു നിന്ന് ഇല്ലാതാകുന്ന ഈ യാത്രാ പേടകങ്ങൾ ശാസ്ത്ര ലോകത്തിന് മുന്നിൽ ഉയർത്തുന്നത് ചോര മരവിപ്പിക്കുന്ന ചില ചോദ്യങ്ങളാണ്. കാലം എത്ര പുരോഗമിച്ചാലും മനുഷ്യനെ തുറിച്ചു നോക്കുന്ന, ലോകത്തെ വിറപ്പിക്കുന്ന ചില തിരോധാനങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. 1872 നവംബർ 7-നാണ് മേരി സെലസ്റ്റ് എന്ന കൂറ്റൻ അമേരിക്കൻ കപ്പൽ ന്യൂയോർക്കിലെ തുറമുഖത്ത് നിന്ന് ഇറ്റലിയിലെ ജനോവയിലേക്ക് പുറപ്പെട്ടത്. ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിഗ്സ്, അദ്ദേഹത്തിന്റെ ഭാര്യ, 2 വയസ്സുള്ള മകൾ, ഒപ്പം വിശ്വസ്തരായ 7 നാവികർ. ഇതായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന സംഘം. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ആയിരക്കണക്കിന് ബാരൽ ആൽക്കഹോൾ ആയിരുന്നു കപ്പലിലെ പ്രധാന ചരക്ക്. യാത്ര തിരിച്ച് ഒരു മാസത്തോളം കഴിഞ്ഞപ്പോൾ ഡിസംബർ 4-ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ദേ ഗ്രാഷ്യ എന്ന മറ്റൊരു കപ്പലിലെ നാവികർ ദിശയില്ലാതെ ആടിയുലഞ്ഞൊഴുകി നടക്കുന്ന മേരി സെലസ്റ്റിനെ കാണാനിടയായി. അപകടത്തിലാണെന്ന് കരുതി ദേ ഗ്രാഷ്യയിലെ നാവികർ മേരി സെലസ്റ്റിലേക്ക് കയറിയെങ്കിലും അവിടെ അവരെ കാത്തിരുന്നത് തല പുകയ്ക്കുന്ന ചില ചോദ്യങ്ങളായിരുന്നു. കപ്പലിൽ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ കപ്പലിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടുമില്ലായിരുന്നു. ആവശ്യത്തിന് ഭക്ഷണവും കുടിവെള്ളവും നാവികരുടെ വ്യക്തിഗത സാധനങ്ങളും വസ്ത്രങ്ങളും അവിടെ സുരക്ഷിതമായി ഉണ്ടായിരുന്നു. ചരക്കുകളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു കടൽ കൊള്ളക്കാരുടെയും ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ അവിടെ ഉണ്ടായിരുന്നുമില്ല. ഒരൊറ്റ കാര്യം മാത്രം അപ്രത്യക്ഷമായിരുന്നു: കപ്പലിലെ ചെറിയൊരു ജീവൻ രക്ഷാ ബോട്ട്. ശാന്തമായ കടലിൽ എല്ലാ സൗകര്യങ്ങളും സുരക്ഷിതമായിരിക്കെ എന്തുകൊണ്ടാണ് അവർ ആ ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചത്? ബോട്ടിൽ കയറിയ അവർ പിന്നീട് എവിടെ പോയി? കടൽ ചുഴലിയോ, രാക്ഷസ തിരമാലകളോ, അതോ സമുദ്രത്തിലെ വിചിത്ര പ്രതിഭാസങ്ങളോ? ഇന്നും മേരി സെലസ്റ്റ് കടലിലെ ഏറ്റവും വലിയ ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഒഴുകി നടക്കുന്നു. സമുദ്രത്തിലെ ഈ നിഗൂഢതകൾക്ക് സമാനമായി കാലത്തിന്റെ താളുകളിൽ മറഞ്ഞുപോയ മറ്റൊരു കൂറ്റൻ കപ്പലിന്റെ കഥ കൂടിയുണ്ട്. SS സൈക്ലോപ്സ്. 1-ാം ലോക മഹായുദ്ധത്തിന്റെ കനത്ത അന്തരീക്ഷത്തിൽ 1918 മാർച്ചിലാണ് അമേരിക്കൻ നാവികസേനയുടെ ഈ കൂറ്റൻ ചരക്കു കപ്പൽ സമുദ്രത്തിൽ വെച്ച് അപ്രത്യക്ഷമാകുന്നത്. 300-ലധികം ജീവനക്കാരും യുദ്ധ ആവശ്യങ്ങൾക്കുള്ള മാംഗനീസ് അയിരും വഹിച്ചുകൊണ്ട് ബ്രസീലിൽ നിന്ന് മേരിലാൻഡിലേക്ക് തിരിച്ചതാണ് ഈ ഭീമൻ കപ്പൽ. റഡാറുകളും സന്ദേശം അയക്കാനുള്ള സംവിധാനങ്ങളും കപ്പലിൽ സർവ്വസജ്ജമായിരുന്നു. എന്നാൽ ബർമുഡ ട്രയാങ്കിളിന്റെ പരിധിയിലൂടെയുള്ള യാത്രക്കിടയിൽ യാതൊരുവിധ അപകട സന്ദേശവും നൽകാതെ സൈക്ലോപ്സ് പെട്ടെന്ന് അപ്രത്യക്ഷമായി. കൊടുങ്കാറ്റോ ശത്രു കപ്പലുകളുടെ ആക്രമണവും ഉണ്ടായതായി യാതൊരു തെളിവുമില്ല. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നീണ്ട തിരച്ചിലുകൾ നടന്നെങ്കിലും ഒരു മരക്കഷണമോ എണ്ണപ്പാടയോ ജീവനക്കാരുടെ മൃതദേഹങ്ങളോ സമുദ്രോപരിതലത്തിൽ തെളിഞ്ഞില്ല. അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധേതര ദുരന്തമായി മാറിയ സൈക്ലോപ്സിന് എന്താണ് സംഭവിച്ചത് എന്നത് ശാസ്ത്ര ലോകത്തിന് ഇന്നും അജ്ഞാതമാണ്. വർഷങ്ങൾക്കിപ്പുറം 1945 ഡിസംബർ 5-ന് 2-ാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്താണ് സമാനമായ മറ്റൊരു ദുരൂഹത ആകാശത്ത് സംഭവിക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ 5 ബോംബർ വിമാനങ്ങൾ ഫ്ലോറിഡയിലെ ഫോർട്ട് ലാഡർഡേൽ എയർബേസിൽ നിന്ന് പതിവ് പരിശീലന പറക്കലിനായി ടേക്ക് ഓഫ് ചെയ്തു. ഫ്ലൈറ്റ് 19 എന്നായിരുന്നു ഈ സ്ക്വാഡിന്റെ കോഡ് നെയിം. അനുഭവ സമ്പന്നനായ ലഫ്റ്റനന്റ് ചാൾസ് ടൈലറുടെ നേതൃത്വത്തിൽ 14 വ്യോമസേനാംഗങ്ങളാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ആകാശം തികച്ചും ശാന്തമായിരുന്നെങ്കിലും പറന്നുയർന്ന് മണിക്കൂറുകൾക്കകം കൺട്രോൾ റൂമിലേക്ക് ഒരു വിചിത്ര സന്ദേശമെത്തി. ലഫ്റ്റനന്റ് ടൈലറുടെ ഭയം നിഴലിച്ച ശബ്ദം ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ കോമ്പസുകൾ പ്രവർത്തിക്കുന്നില്ല. ഞങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ദിശ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. സമുദ്രത്തിന്റെ നിറം പോലും വളരെ വിചിത്രമായി കാണപ്പെടുന്നു. കൺട്രോൾ റൂമിലുള്ളവർ നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും വിമാനങ്ങളിലെ എല്ലാ ദിശാസൂചക ഉപകരണങ്ങളും ഒരേ സമയം തകരാറിലാവുകയായിരുന്നു. ഞങ്ങൾ മുഴുവൻ വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഞങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയില്ല എന്നതായിരുന്നു അവസാനം കേട്ട വാക്കുകൾ.
5 വിമാനങ്ങൾ ഒരേ സമയം സമുദ്രത്തിൽ തകർന്നു വീണെന്ന് കരുതി അവരെ രക്ഷപ്പെടുത്താനായി 13 ജീവനക്കാരുമായി മാർട്ടിൻ മാരിനർ എന്ന കൂറ്റൻ രക്ഷാപ്രവർത്തന വിമാനം ഉടൻ തന്നെ പറന്നുയർന്നു. എന്നാൽ ഫ്ലൈറ്റ് 19 തിരഞ്ഞുപോയ ആ രക്ഷാവിമാനവും ആകാശത്ത് വെച്ച് പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഒരൊറ്റ ദിവസം കൊണ്ട് 6 വിമാനങ്ങളും 27 സൈനികരും ഭൂമുഖത്ത് നിന്ന് യാതൊരു തെളിവുമില്ലാതെ മാഞ്ഞുപോയി. ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും വിമാനത്തിന്റെ ചെറിയൊരു അവശിഷ്ടമോ കപ്പൽ മുങ്ങിയതിന്റെ എണ്ണപ്പാട പോലുമോ കണ്ടെത്താൻ സാധിച്ചില്ല. കപ്പലുകളും യുദ്ധവിമാനങ്ങളും മാത്രമല്ല, ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് വൻകരകളെ പോലും വിറപ്പിച്ച ഒരു അപൂർവ തിരോധാനം 1937 ആകാശത്ത് സംഭവിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ വനിതാ പൈലറ്റ് എമിലി എയർഹാർട്ടിന്റെ തിരോധാനമായിരുന്നു അത്. ഭൂമിയെ മുഴുവൻ ബലം വയ്ക്കുന്ന ആദ്യത്തെ വനിതയാവുക എന്ന ചരിത്ര നേട്ടത്തിന് തൊട്ടരികെയായിരുന്നു എമിലി. തന്റെ ലോക്ഹീഡ് ഇലക്ട്രിക് വിമാനത്തിൽ നാവിഗേറ്റർ ഫ്രെഡ് ന്യൂനനൊപ്പം പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ പറക്കുമ്പോഴാണ് ആ ദുരന്തം സംഭവിച്ചത്. ഹൗലാൻഡ് ദ്വീപിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ എത്തുന്നതിന് തൊട്ടു മുമ്പ് കൺട്രോൾ റൂമിലേക്ക് അവരുടെ പരിഭ്രാന്തമായ സന്ദേശമെത്തി. ഞങ്ങൾ നിങ്ങൾക്ക് മുകളിലുണ്ട്, പക്ഷേ നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. ഇന്ധനം തീരുകയാണ്, ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് റേഡിയോ ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. അമേരിക്കൻ ഗവൺമെന്റ് അക്കാലത്തെ ഏറ്റവും വലിയ തിരച്ചിൽ ദൗത്യം പസഫിക് സമുദ്രത്തിൽ നടത്തിയിട്ടും എമിലിയുടെയോ അവരുടെ വിമാനത്തിന്റെയോ ഒരു തെളിവും കണ്ടെത്താനായില്ല. അവർ സമുദ്രത്തിൽ പതിച്ചതാണോ അതോ ഏതെങ്കിലും വിജനമായ ദ്വീപിൽ ലാൻഡ് ചെയ്ത ശേഷം പട്ടിണി കിടന്ന് മരിച്ചതാണോ എന്ന് ഇന്നും ചരിത്രകാരന്മാർ തമ്മിൽ തർക്കിക്കുകയാണ്. സാങ്കേതിക വിദ്യ അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിലും ഇത്തരം ദുരൂഹതകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. 2014 മാർച്ച് 8 പുലർച്ചെ മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് ചൈനയിലെ ബീജിംഗിലേക്ക് 239 യാത്രക്കാരുമായി മലേഷ്യൻ എയർലൈൻസിന്റെ MH370 എന്ന ബോയിങ് വിമാനം ടേക്ക് ഓഫ് ചെയ്തു. സുരക്ഷിതമായ കാലാവസ്ഥയും പരിചയസമ്പന്നരായ പൈലറ്റുമാരുമായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. മലേഷ്യൻ എയർസ്പേസിൽ നിന്ന് വിയറ്റ്നാം എയർസ്പേസിലേക്ക് കടക്കുന്ന നിമിഷം പുലർച്ചെ 1:19 ഗുഡ് നൈറ്റ് മലേഷ്യൻ 370 എന്ന് പൈലറ്റ് സഹാരി അഹമ്മദ് ഷാ പറഞ്ഞതാണ് ലോകം കേട്ട അവസാന വാക്കുകൾ. തൊട്ടടുത്ത നിമിഷത്തിൽ വിമാനത്തിലെ ട്രാൻസ്പോണ്ടറും റേഡിയോ ആശയവിനിമയ സംവിധാനങ്ങളും പെട്ടെന്ന് ഓഫ് ചെയ്യപ്പെട്ടു. റഡാർ സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷമായ വിമാനം തങ്ങളുടെ നിശ്ചിത പാതയിൽ നിന്ന് മാറി പെട്ടെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വീണ്ടും മലേഷ്യൻ ഉപദ്വീപിന് മുകളിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക് പറന്നതായി സൈനിക റഡാറുകൾ പിന്നീട് കണ്ടെത്തി. ആരാണ് വിമാനത്തിന്റെ റൂട്ട് മാറ്റിയത്? പൈലറ്റ് ആത്മഹത്യ ചെയ്തതാണോ? വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടതാണോ? അതോ വൻ ഓക്സിജൻ ചോർച്ചയുണ്ടായി എല്ലാവരും ബോധരഹിതരായതാണോ? ലോക ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ തിരച്ചിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ നടത്തിയെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും 239 മനുഷ്യരുമായി പറന്ന ആ കൂറ്റൻ ബോയിങ് വിമാനം ഇന്നും ഒരതിശയമായി കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നു. കാലം എത്ര മുന്നോട്ട് പോയാലും, ശാസ്ത്രം എത്ര ഉന്നതിയിലെത്തിയാലും പ്രകൃതിയും പ്രപഞ്ചവും മനുഷ്യന് മുന്നിൽ അടച്ചു വെച്ചിരിക്കുന്ന ചില കറുത്ത വാതിലുകളുണ്ട്. കടലിന്റെ അഗാധമായ ഇരുട്ടിലും ആകാശത്തിന്റെ അനന്തതയിലും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോയ ആ മനുഷ്യർക്കും യാത്രാ പേടകങ്ങൾക്കും ശരിക്കും എന്താണ് സംഭവിച്ചത്? അവർ സാങ്കേതിക വിദ്യയുടെ പരാജയങ്ങൾക്ക് ഇരയായതാണോ അതോ മനുഷ്യന്റെ അറിവിനും സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ഏതെങ്കിലും അജ്ഞാത പ്രതിഭാസങ്ങളുടെ ബലിയാടുകളായതാണോ? ഉത്തരം കിട്ടാത്ത ഈ ചോദ്യങ്ങൾ ഇന്നും അനന്തതയിൽ മുഴങ്ങിക്കേൾക്കുന്നു. ഈ ദുരൂഹ സംഭവങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അമ്പരിപ്പിച്ച സംഭവം ഏതാണ്? ഇത്തരത്തിലുള്ള ഏതെങ്കിലും തിരോധാനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൗതുകം നിറഞ്ഞ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.